ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ശ്രീമതി KP ഷീബ, ഈ വിദ്യാലയത്തിൻ്റെ മാനേജറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ KK ചോയ്ക്കുട്ടി, ഇവിടുത്തെ ജനപ്രതിനിധി ശ്രീമതി മല്ലിക പുനത്തിൽ, മറ്റ് വേദിയിലും സദസ്സുകളായി സജ്ജരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മക്കട വെസ്റ്റ് LP സ്കൂൾ അതിൻ്റെ വാർഷികാഘോഷ പരിപാടിയും ഒപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന അനിത ടീച്ചറെ ആദരിക്കുകയും ചെയ്തൊരു ചടങ്ങിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ഈ വാർഷികാഘോഷ പരിപാടി ഒരു ഉത്സവമാക്കി മാറ്റാനാണ് ഈ നാട് ശ്രമിച്ചത് എന്ന് കാണാൻ കഴിയുന്നതിൽ അതിന് നേതൃത്വം നൽകിയവരെയും ഈ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണവും അതിൻ്റെ ഫലമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടണം എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്ന കാലമുണ്ടായി. അതിന് പറഞ്ഞ ന്യായീകരണം ഈ വിദ്യാലയം ലാഭകരമല്ല എന്നാണ്. ഈ വിദ്യാലയമല്ല, ഒരു വിദ്യാലയം. അതിങ്ങനെ കേട്ട് മടുത്ത ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം ഒരു ചോദ്യം ഉയർത്തി. വിദ്യാലയങ്ങൾ ഫാക്ടറികളും കച്ചവട സ്ഥാപനങ്ങളുമാണ്. കച്ചവടം നമ്മൾ ലാഭകരമല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. നഷ്ടത്തിലോടുന്ന ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്യും. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിക്കണ്ടൊരു കാലം നമ്മുടെ മുമ്പിൽ വളരെ അടുത്ത കാലം വരെയായിരുന്നു എന്ന് ഓർത്തു നോക്കുക. ആ കാലത്ത് നിന്നും മാറി ലാഭഛേദങ്ങളുടെ കണക്കുകൂട്ടലില്ല, ഒരു നാടിൻ്റെ ജനതയുടെ വിജ്ഞാന തലങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ചുമതല എന്ന് കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന കാലത്താണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നത്. താഴെ തലങ്ങളിൽ നിന്നും ജനകീയാഭിപ്രായം സ്വരൂപിച്ച് അവ ക്രോഡീകരിച്ച് വികസന ലക്ഷ്യങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ നിർണയിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയപ്പോൾ
അവരുടെ ചുമതലയിൽപ്പെട്ട ഒന്നായി അവർ കണക്കാക്കുകയും നിയമം അനുശാസിക്കുകയും ചെയ്തത് അതാത് തലങ്ങളിലെ വിദ്യാലയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിരക്ഷയും മേൽനോട്ടവും അർഹിക്കുന്നുണ്ട് എന്നാണ്. ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് വിദ്യാലയങ്ങൾ ശ്രദ്ധിക്കാൻ സമൂഹം താല്പര്യം കാണിച്ചത് എന്ന് കാണാൻ കഴിയും. ആ പരിവർത്തന പ്രക്രിയക്ക് ശക്തി പകരാനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയല്ലേ നാം കണ്ടത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ എൻ്റെ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടുകൂടി അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ, മികച്ച വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിൽ, അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിൽ എല്ലാം സമൂഹമാണ് കാവലാളായി പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരു 10 കൊല്ലം മുമ്പുള്ള വിദ്യാലയ അന്തരീക്ഷമാണോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ചിന്തിച്ച് നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇതാണ് വികസനം, ഇതാണ് മാറ്റം. ഈ വികസന മാറ്റത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച പോലെ വിവിധ മേഖലകളിലൂടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഒരുക്കുക എന്ന നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനോടൊപ്പം നിന്ന ഒരു പ്രദേശമാണ് ഈ മക്കടയും ചെറുകുളവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിനും ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഈ ആഘോഷ പരിപാടികൾക്കും ഊർജം പകരാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. വലിയ ടീച്ചർ വിരമിക്കുകയാണ്. അനിത ടീച്ചർ വിരമിക്കുകയാണ്. അവര് പൊതുജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ വനിതയായിട്ടാണ് ഈ നാട് അവരെ കണ്ടിട്ടുള്ളത്. ആ ആദരവും ബഹുമാനവും നാളെയും ഞങ്ങൾക്കുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ ആഘോഷ പരിപാടികളിലൂടെ നിങ്ങൾ നടത്തിയിട്ടിരിക്കുന്നത്. ടീച്ചറെ, അതാണ് ഒരു ടീച്ചറുടെ ഭാഗ്യം. ആ ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആശംസിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. അടുത്തതായി ശ്രീമതി അനിത ടീച്ചർക്കുള്ള ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി അനിത ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് മാഷെ, അടുത്ത് മാഷ ടീച്ചർ 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 പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി മല്ലികേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ അധ്യക്ഷ കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി KP ശിൽപ അവർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ സ്വന്തം MLAയും വനം വന്യജീവി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള AKS അവർ, നമ്മുടെ ഈ സ്കൂളിൻ്റെ മാനേജർ മുൻ പ്രസിഡന്റുമായിട്ടുള്ള കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ചൂക്കുട്ടേട്ടൻ, നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മജീദ് ക, രാജേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട HM അനിത ടീച്ചർ, അതുപോലെ നമ്മൾ ഇന്നിവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ നേതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്നിപ്പോൾ
നമ്മുടെ മക്കടെ വെസ്റ്റ് സ്കൂളിൻ്റെ 100 വർഷം കഴിഞ്ഞു എന്നാണ് മജീദ് പറയുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും മികവ് കാട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളും പോകുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികളുടെ പല പരിപാടികളും അവരിങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പ്രസംഗത്തിനൊന്നല്ല അവിടെ പ്രാധാന്യമല്ലേ. അതുപോലെ തന്നെ അമ്മമാരുടെ പരിപാടികളുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അനിത ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ, വിരമിക്കുന്ന അനിത ടീച്ചർ നമ്മുടെ ഈ സ്കൂളിൻ്റെ അധ്യാപികയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതേപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ എല്ലാമായ അനിത ടീച്ചർ ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് യാത്രയയപ്പ് നൽകുകയാണ്. അപ്പോൾ ടീച്ചർക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള കാലവും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ സന്തോഷപൂർവ്വമായി നല്ല രീതിയിൽ ജീവിക്കാൻ, നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നു ശ്രീ കെ ചോയ്ക്കുട്ടി അവർകൾ. ബഹുമാന്യ അധ്യക്ഷ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല, ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ഇവിടെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീമതി മല്ലിക, ഇനിയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനിരിക്കുന്ന ശ്രീ KP മജീദ്, നെടുങ്ങാലിൽ ബാലകൃഷ്ണൻ, MT പ്രേമൻ, കളമ്പുറത്ത് പുരുഷോത്തമൻ, MK നാരായണൻ, അബ്ദുൾ ലത്തീഫ്, വിജയലക്ഷ്മി ടീച്ചർ, ഷബീന അനി, ഷറീന, ശ്രീമതി അനിത ടീച്ചർ, മറുമൊഴി, ശ്രീനാഥ് മാസ്റ്റർ, പ്രിയമുള്ളവർ, നമ്മൾ സാധാരണ വാർഷികോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി ആഘോഷപൂർവം ഈ വാർഷികം കൊണ്ടാടുകയാണ്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ 35 വർഷം ഈ സ്കൂളിന് വേണ്ടി സേവനം നടത്തിയ ശ്രീമതി അനിത ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ളത് എന്തുകൂടിയാണ്. അനിത ടീച്ചർ ഒരു ഉണക്ക അധ്യാപികയായി അല്ല ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. എല്ലാ അർത്ഥത്തിലും വളരെ വളരെ സജീവമായി നിന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും സ്കൂളിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിനെ നാട്ടുകാരിൽ എത്തിക്കാൻ വേണ്ടി ആ രീതിയിലും കൂടിയിട്ടുള്ള ശ്രമം വളരെ സജീവമായി നടത്തിയിട്ടുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ അനിത ടീച്ചർ. ഒരർത്ഥത്തിൽ പറയുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന നിലവിലുള്ള ടീച്ചർമാർക്കൊക്കെ ഒരു മാതൃക അധ്യാപിക തന്നെയായിരുന്നു നമ്മുടെ ടീച്ചർ.
പലപ്പോഴും ഈ സ്കൂളിൻ്റെ കാര്യം വരുമ്പോൾ അവരെ സമ്പത്ത് സ്വന്തം കയ്യിൽ നിന്ന് പോവും എന്ന് വിചാരിച്ച് മാറി നിൽക്കാറില്ല. അതൊക്കെ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന താല്പര്യത്തോടു കൂടി ഈ സ്കൂളിൻ്റെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ രീതിയിൽ മുന്നിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ്. 35 വർഷത്തെ സേവനം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാലമല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പണ്ടത്തേതുപോലെ അല്ലല്ലോ. ശരാശരി ആയുസ് എന്നൊക്കെ പറഞ്ഞാൽ 40 വർഷം ആയിരുന്ന ഒരു കാലം ഉണ്ടായില്ല. ആ കണക്കിന് നോക്കുമ്പോൾ ഇന്നത്തെ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് 2ഓ 3ഓ ജന്മമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നാടിൻ്റെ പൊതു വികസനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങളാണ് നമ്മളെ ഉയർന്ന ജീവിത നിലവാരമുള്ള ജനങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്.